എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മുടി തിക്കാവുന്നില്ലേ? ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടോ? എന്നാൽ പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനാണ്. അപ്പോൾ എൻ്റെ ഹെയറിൽ കുറച്ച് കാലമായിട്ട് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നത് എൻ്റെ ഹെയർ ടെക്സ്ചറും അതുപോലെ കൊഴിച്ചിലൊക്കെ ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഫ് ഓയിലും സെറ്റായി എന്ന് വരില്ല അല്ലേ? ചിലവർക്ക് ചില രീതിയിലുള്ള ഹെയർ കെയർ റുട്ടീൻ ഉണ്ടാവും, മറ്റു ചിലർക്ക് മറ്റു ചില രീതിയിലുള്ള ഹെയർ കെയർ റുട്ടീൻ ഉണ്ടാവും. ചിലവരുടെ ഡ്രൈ സ്കാൽപ്പായിരിക്കും, ചിലരുടെ ഓയിലി സ്കാൽപ്പായിരിക്കും. ഹെയറിൻ്റെ ടെക്സ്ചർ വേരി ചെയ്യാം. ചിലർക്ക് വേവി ഹെയർ ആയിരിക്കും, ചിലർക്ക് കേളി ഹെയർ ആയിരിക്കും, ചിലർക്ക് സ്ട്രൈറ്റ് ഹെയർ ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഹെയർ ടൈപ്പ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പ്രശ്നവും വേറെ വേറെ ആയിരിക്കും. ചിലർക്ക് ഡാൻഡ്രഫ് ആയിരിക്കും പ്രശ്നം, ചിലർക്ക് ഹെയർ ഫോൾ ആയിരിക്കും പ്രശ്നം. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലോ? അതെ, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന അങ്ങനെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റാണ് ഇത്. വന്നിട്ട് വലിയ കാര്യമായിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ പാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൻഡ്രഫ് ഉള്ളവർക്ക് വേണ്ടി മാത്രം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സെറ്റ് ആവുന്ന രീതിയിലുള്ള ഹെയർ ഓയിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലർക്ക് കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷേ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ അതിലുള്ള ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് സെറ്റ് ആവാതെ വരും. എണ്ണ കാച്ചുന്ന സമയത്ത് ചിലവർക്ക് അത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ തലവേദന എടുക്കുന്ന ആൾക്കാരുണ്ടാവും, കാച്ചെണ്ണ സെറ്റ് ആവാത്ത ആൾക്കാരുണ്ടാവും. ചിലവർക്ക് അവർ യൂസ് ചെയ്യുന്ന ഓയിൽ കാരണം ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല, ഹെയർ ഫോൾ കുറയുന്നുണ്ടാവില്ല, അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. സോ ഇന്ന് നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് വന്നിട്ട് പ്രോ ടച്ചിൻ്റെ ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, പ്രൂവ്ഡ് ആണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന കാച്ചിയ എണ്ണയിൽ, ഇപ്പോൾ ഞാൻ കാച്ചിയ എണ്ണ യൂസ് ചെയ്യാറുള്ള ഒരാളായിരുന്നു. പക്ഷേ കാച്ചിയ എണ്ണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലുള്ള തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതാണോ അതിനനുസരിച്ച് മാത്രം ഞാൻ എണ്ണ കാച്ചും. എനിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എനിക്ക് സെറ്റ് ആവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഞാൻ എണ്ണ കാച്ചും. പക്ഷേ അത് എപ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മൾ സ്വയം അത് എണ്ണയൊക്കെ കാച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എപ്പോഴും നമുക്കത് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ ഒരു കാച്ചിയ എണ്ണ പോലെ അതേ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങളില്ലേ. ആൻഡ് ഇതിൽ വന്നിട്ട് 21 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മൾ കാച്ചിയ എണ്ണ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് സെറ്റ് ആവുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൽ 21 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതും കോൾഡ് പ്രസ്ഡ് ആണ്. കോൾഡ് പ്രസ്ഡ് പറഞ്ഞാൽ കാച്ചിയ എണ്ണയല്ല ഇത്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് കോൾഡ് പ്രസ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന 100% നാച്ചുറൽ ആയിട്ടുള്ള 21 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഓയിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് പ്രോ ടച്ചിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ആൻഡ് ഈ ഓയിൽ 100% നാച്ചുറൽ മാത്രമല്ല, ഇത് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഹെയർ ഫോൾ മൊത്തമായിട്ട് ഇത് യൂസ് ചെയ്ത് കുറയുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഹെയറിൽ ഇപ്പോൾ എന്താ പറയുക, കഷണ്ടി വരിക, അതുപോലെ തന്നെ ഹെയറിൽ ഈ ഗ്രേ ആവുക, അതായത് നരച്ചു പോകാൻ മുടി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഏജ് ഗ്രൂപ്പ് അനുസരിച്ചല്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മെയിൽ ആണെങ്കിലും വുമൺ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 21 ഇൻഗ്രീഡിയൻസ് ഞാൻ പറയുന്നില്ല. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് പറയുന്നത് ആംലയുണ്ട്, നെല്ലിക്ക, പിന്നെ ഭൃംഗരാജ് അടങ്ങിയിട്ടുണ്ട്, നീം അടങ്ങിയിട്ടുണ്ട്, വേപ്പില അടങ്ങിയിട്ടുണ്ട്, അതേപോലെ മെത്തി എന്ന് പറയുന്നത് ഈ ഉലുവ ഉണ്ടല്ലോ, അത് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഒരുപാട് ടീ ട്രീ ഓയിൽ ആയിക്കോട്ടെ, റോസ്മേരി ഓയിൽ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഓരോ പ്രോഡക്ട്സും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ചില പ്രൊഡക്ട്സ് ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള ഒരു കിറ്റ് വാങ്ങുമ്പോൾ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ സാധനം യൂസ് ചെയ്താൽ മതി. കാരണം അത് ഡാൻഡ്രഫിനെതിരെ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഹെയറിൽ ഡാൻഡ്രഫ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് അതൊന്ന് നല്ലൊരു റിലീഫ് കിട്ടും. ഡാൻഡ്രഫ് വഴി ഉണ്ടാകുന്ന ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അതേ സമയത്ത് നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നം നല്ല കറക്റ്റായിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഹെയർ തിക്നെസ് കൂടുന്നില്ല, അല്ലെങ്കിൽ ഹെയർ ഒരുപാട് കൊഴിഞ്ഞു പോകണു, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ അതിന് മാത്രം വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടാണ്. ഇത് ഹെയർ ആവാൻ വേണ്ടിയിട്ട്, ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അരയ്ക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കഷണ്ടി വരുന്നത് കുറയ്ക്കാൻ വേണ്ടി, ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ ഹെയർ ഓയിൽ മൊത്തമായിട്ടുള്ളത് കേട്ടോ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ട് ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഹെയറിൽ കയ്യിൽ എണ്ണയാക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ്.
ആൻഡ് ഇതാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. ഈ ഒരു നമുക്ക് ക്യാപ്പ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 to 3 hours അല്ലെങ്കിൽ മാക്സിമം 4 hours ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത്രത്തോളം ബെനിഫിഷ്യൽ ആണ്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ പോലെ ഒരുപാട് ഓയിലി ആയിട്ടൊന്നും കാണില്ല. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും എണ്ണ തേച്ച് ഇങ്ങനെ മെഴുകിയിരിക്കുന്ന പോലെ അത് ഇത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലല്ലോ നമ്മളാരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഉപയോഗിച്ച പോലെ ഉള്ള ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യിക്കില്ല. നമുക്ക് അതേ സമയത്ത് എണ്ണ യൂസ് ചെയ്ത് തന്നെ നോർമലി ഹെയർ വാഷ് ചെയ്ത് പോകുന്നതാണ്, എണ്ണ യൂസ് ചെയ്തേ തോന്നില്ല. ആ ഒരു രീതിയിലുള്ളതാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിലും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയോ. അപ്പോൾ ഈ ഒരു പ്രോടച്ചിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് പറയുന്നത് എൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ 21 ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കോൾഡ് പ്രസ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് റൂട്ട് അപ്ലിക്കേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hours വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പോൾ ഗൈസ്, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് കൂടി കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് ഇതേ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് പ്രോടച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഹെയർ ഗ്രോത്ത് ഡ്രോപ്സ് ആണ്. ഇനി ഈ ഡ്രോപ്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് അറിയണ്ടേ? നമ്മൾ ഈ ഹെയർ ഓയിൽ പറഞ്ഞപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ ഫോൾ കുറയ്ക്കുന്നുണ്ട്, ഹെയർ കഷണ്ടി ആവുന്നത്, അതുപോലെ തന്നെ നരച്ച മുടി വരുന്നതെല്ലാം തന്നെ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട്, ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ചേർന്നിട്ടുള്ളൊരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ഓയിൽ ഈ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡ്രോപ്സ് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഈ ഹെയർ ഡ്രോപ്സ് നമ്മുടെ ഹെയറിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കുറച്ചൊരു ക്വിക്ക് മസാജ് കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങാന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം മുടി നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെ ഹെയർ ഡ്രോപ്സ് ഒക്കെ ഹെയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ എണ്ണ നിൽക്കുന്ന പോലെ ആവില്ലേ? ഒരിക്കലും ഇല്ല. ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. ഇത് കുറച്ച് വാട്ടറി ബേസ്ഡ് ആണ്. ഇത് നോൺ സ്റ്റിക്കി ആണ്. അതുകൊണ്ട് നമുക്ക് കയ്യിലൊട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി നിങ്ങൾ വെള്ളം ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുമോ, എത്ര പെട്ടെന്ന് ഡ്രൈ ആവുമോ അത്രയും പെട്ടെന്ന് തന്നെ ഈ ഹെയർ ഡ്രോപ്സും ഡ്രൈ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ നൈറ്റ് ഉറങ്ങാൻ കിടക്കണേ മുന്നേ ആയിട്ട് എൻ്റെ ഹെയറിൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രോപ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 minutes കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉണങ്ങാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് രാത്രി മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ അൾട്രാ കോൺസെൻട്രേറ്റഡ് ഫോർമുലയാണ് ഇതിലുള്ളത്. ഇതിൽ വന്നിട്ട് ബയോട്ടിൻ ആൻഡ് കൊളാജൻ ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. കൂടാതെ ഇതിൽ മറ്റ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി അടങ്ങിയിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എന്തായാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം പറയാം. ഒന്ന് റീഡെൻസിൽ ആൻഡ് പ്രോ ക്യാപ്പിൽ എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നമ്മുടെ ഹെയറിന് ബെനിഫിറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ചെറിയുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പല കാര്യങ്ങൾ ചെറിയുള്ളിനെ കുറിച്ച് പറയണ്ടാവും. ഇങ്ങനെ യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്ത് ഹെയർ ഫുള്ള് നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ചെറിയുള്ളി എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല അല്ലേ? പക്ഷേ ചെറിയുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ഒരു ബോട്ടിലാക്കി തന്നാലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യില്ലേ? നമുക്ക് ആ സ്മെല്ലില്ല, അതേപോലെ ഇറിറ്റേഷൻസ് വരുന്നില്ല. കറക്റ്റ് ചെറിയുള്ളി ചെത്തിയെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മുടി പിന്നീട് കുറേ ഷാമ്പു വെച്ചിട്ട് ആ ചെറിയുള്ളി സ്മെല്ല് പോണ വരെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ഹെയർ ഡ്രോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ലൊന്നും വരുന്നില്ല. അതേ സമയത്ത് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് എല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത് കേട്ടോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഒരു ബോട്ടിലായിട്ടാണ് വരുന്നത്. 60 ml പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു കുഞ്ഞു ഡ്രോപ്ലെറ്റ് പോലെയൊക്കെ കിട്ടും കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ മരുന്ന് കുപ്പിയില്ലേ, അതേപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇതിന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ 2-3 ഡ്രോപ്സ് ഒക്കെ ഇങ്ങനെ ഒറ്റിയിട്ട് വരും. ഇത് നമുക്ക് ഹെയറിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫുള്ളി വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. നന്നായിട്ട് നമ്മുടെ ഹെയറിൽ അബ്സോർബ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും ഹെയർ ഡ്രോപ്സാണ് പരിചയപ്പെടുത്തുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഡ്രോപ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഇതുപോലെ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ വരാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.